1, 2, 3 അല്ലെങ്കിൽ 3.5 ഇതൊക്കെ നമ്പേഴ്സാണ്. പൈയും അതുപോലെ ഒരു നമ്പറാണ്. എന്തുകൊണ്ടാണ് പൈക്ക് മാത്രമായിട്ട് ഒരു സിമ്പിൾ കൊടുത്തതെന്ന് അറിയാം? വേറെ ഒന്നുമല്ല, പൈൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ 3.1415 എന്ന് പറഞ്ഞിട്ട് അങ്ങനെ എക്സെട്ര എന്ന് പറഞ്ഞിട്ട് നെവർ എൻഡിങ് നോൺ റിപ്പീറ്റിംഗ് നമ്പറാണിത്. ഇറാഷണൽ നമ്പർ എന്നെല്ലാം പറയും. ഇതെല്ലാം എല്ലാ പ്രാവശ്യവും ഇത്രയും നമ്പർ എഴുതുക പറഞ്ഞാൽ പോസിബിൾ അല്ലല്ലോ. അപ്പോൾ നമുക്കൊരു പൈ എന്ന് പറഞ്ഞൊരു റെപ്രസെൻറ്റേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി ഈസി. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ പണ്ടുള്ള ആൾക്കാർ ഒരുപാട് വർഷം മുമ്പേ ഇതിൻ്റെ ഡെസിമൽ പോയിന്റുകൾ ഭയങ്കര അതിൽ കുറേ റിസർച്ച് നടത്തിയിരുന്നവർ കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ട്. എന്തുകൊണ്ടായിരിക്കും ഈ പൈൻ്റെ നമ്പറിൻ്റെ ഡെസിമലിന് പോലും ഇത്ര ഇമ്പോർട്ടൻസ് പണ്ടുള്ളവർ കൊടുത്തതെന്നറിയാം? വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അവരുടെ ഒരു ആർക്കിടെക്ചർ, ഇപ്പോൾ ഒരു ഡോം ഉണ്ടാക്കുന്നുണ്ട് അവർ, വലിയൊരു ഡോം. അപ്പോൾ ഇതിൽ സർക്കുലർ ഷേപ്പ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സർക്കംഫറൻസ് ആണെങ്കിൽ ഏരിയയിലൊക്കെ പൈ കയറി വരുന്നുണ്ട്. അതിലെ ചെറിയ മാറ്റം, അതായത് ഇപ്പോൾ അപ്രോക്സിമേഷൻ എടുത്തിട്ട് പൈൻ്റെ വാല്യൂ 3.1 എടുത്ത് മറ്റേ ആൾ 3.14 എടുത്ത്. അപ്പോൾ അതിൻ്റെ അപ്രോക്സിമേഷനിലെ മാറ്റം കൊണ്ട് എന്തെങ്കിലും ചെറിയ റീസൺ മതിയല്ലോ ഈ വലിയ ഡോമുകളൊക്കെ ഒന്ന് ക്രാക്ക് വരാനും അത് പെട്ടെന്ന് തകരാനും ഒക്കെ. അപ്പോൾ അന്നുണ്ടാക്കിയത് ഇന്നും ഇവിടെ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ അത്രയും അവർ അക്യുറേറ്റ് ആയിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.